ഹലോ, എൻ്റെ പാർട്ട് 2 വീഡിയോയിലെ ആദ്യത്തെ ലൊക്കേഷൻ പഞ്ചാബാണ്. ഞങ്ങൾ കാശ്മീരിൽ നിന്ന് നേരെ പഞ്ചാബിലോട്ടാണ് പോയത്. ഈ പച്ചപ്പോ ഹരിതാപമൊക്കെ കണ്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് പഞ്ചാബാണെന്ന്. പഞ്ചാബിലെ അമൃത്സറിലാണ് ഞങ്ങൾ പോയത്. അമൃത്സറിലെ മഹാരാജ രഞ്ജിത് സിംഗ് സ്റ്റാച്ചു ആണിത്. ഇതിന് ചുറ്റും തന്നെയാണ് എല്ലാ ലൊക്കേഷൻസ്, അവിടുത്തെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് വരുന്നത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ അടുത്തൊരു സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു റീച്ച് ദെയർ ബൈ വാക്കിംഗ്. എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് ഈ കാണുന്ന സ്ട്രീറ്റിലാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ എടുത്തത്. ആ ബാക്കിൽ കാണുന്ന എൻട്രൻസ് ഉണ്ടല്ലോ, അതാണ് പാർട്ടീഷൻ മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിൽ ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷൻ ടൈമിലെ എല്ലാ കാര്യങ്ങളും ലൈക്ക് ഒരു വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെൻസിൻ്റെ ഫോമിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ തിങ്ക് എവ്രിബഡി ഷുഡ് വിസിറ്റ് ദിസ് പ്ലേസ്. ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അവിടെ നിന്ന് നമുക്ക് നേരെ ജാലിയൻ വാലാബാഗിലോട്ട് നടന്നു പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ എന്നാലും ഒരു റിക്ഷ ഒക്കെ എടുത്തൊരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്ഷ എടുത്ത് പോയി. ഇത് ജാലിയൻ വാലാബാഗിൻ്റെ എൻട്രൻസ് ആണ്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി വാഗ ബോർഡറിലോട്ടാണ് പോയത്. പിന്നീട് വാഗ ബോർഡർ കുറച്ച് ദൂരമാണ്. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവൽ ഉണ്ട്. അവിടെ പോയാൽ നമുക്ക് പാകിസ്ഥാൻ ബോർഡറാണ് വാഗ ബോർഡർ. ഗേറ്റ്സ് ഓപ്പൺ ചെയ്ത് രണ്ട് സൈഡിലും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സെറമണിയാണിത്. അപ്പോൾ നമുക്ക് വളരെ നല്ലപോലെ കാണാനൊക്കെ പറ്റി, നല്ല എന്താ പറയുക, സമയത്ത് തന്നെ എത്താനൊക്കെ പറ്റി. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഖൽസ കോളേജ് കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷായി. പിന്നെ അമൃത്സറിലെ മെയിൻ സ്പോട്ട് ദി ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് പോയത്. അവിടെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ റൂൾസൊക്കെ ഉണ്ട് ഇവിടെ കയറണമെങ്കിൽ. അഗൈൻ വിമൻ ഹാവ് ടു കവർ ദ ഹെഡ് വിത്ത് എ പീസ് ഓഫ് ക്ലോത്ത്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ സ്ട്രീറ്റിൽ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ നൈറ്റ് ട്രെയിൻ കയറി നേരെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ഞങ്ങൾ ഓൾറെഡി റൂം booking.com ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതത്രയും നല്ലൊരു റിവ്യൂ അല്ലായിരുന്നു അവിടെ ഇറങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്പോട്ടിൽ തന്നെ റാൻഡമായിട്ടൊരു ഹോട്ടൽ, നിയർ ബൈ ഹോട്ടൽ ഞങ്ങൾ കണ്ടുപിടിച്ച് പോയി ചെക്ക് ഇൻ ചെയ്തു. അവിടുന്ന് ഫ്രഷായി മെട്രോ എടുത്ത് ഹുമൈൻസ് ടൂമിൽ വന്നു. 16th സെഞ്ച്വറിയിൽ പണിത ഒരു ടൂമാണിത്. ഇവിടെ നമുക്ക് ഹുമൈൻസ് ടൂം അല്ലാണ്ട് വേറെയും കുറേ ടൂംസ് കാണാൻ പറ്റും. നമ്മൾ ഇസാ ടൂമിലാണ് ആദ്യം പോയത്. ഈ കാണുന്നതാണ് ഇസാ ഖാൻസ് ടൂം. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ തന്നെ ആദ്യത്തെ ഗാർഡൻ ടൂം എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫിയും ഒക്കെ അലൗഡാണ്. നമുക്ക് ഫോട്ടോസ് എടുക്കാം. വളരെ ചീപ്പാണ് എൻട്രി ടിക്കറ്റും. പിന്നെ ലൈക്ക് ഒരു ഗാർഡൻ വൈബ് ആയതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ ഒരു മെയിൻ കാര്യം, നല്ല ചൂടാണ്. ഡൽഹിയിൽ നല്ല വെയിലൊക്കെ ഉണ്ട്. എന്നാലും തണുപ്പുണ്ട്, ചെറിയൊരു തണുപ്പുണ്ടാവും. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. പഞ്ചാബിൽ പക്ഷെ അങ്ങനെയല്ല, നല്ല തണുപ്പായിരുന്നു. ശരിക്കും കാശ്മീരിൽ നിന്ന് പഞ്ചാബ് വരുമ്പോൾ ഞാൻ വിചാരിച്ചത് പഞ്ചാബിൽ കുറച്ച് വെയിലൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ അവിടെ നല്ല തണുപ്പാണ്. പക്ഷേ ഡൽഹിയിൽ അങ്ങനെയല്ല, ചെറിയൊരു മൈൽഡ് തണുപ്പ് എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷെ എന്നാലും നല്ല വെയിലുണ്ടായിരുന്നു. എൻ്റെ ചേച്ചി ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോഴത്തേനും ചേച്ചിയും ഞങ്ങൾ ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹുമൈൻസ് ടൂമിൻ്റെ ഉള്ളിൽ കാണാൻ പോയി. ഏറ്റവും നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. വളരെ ഹ്യൂജാണ് ഈ ഹുമൈൻസ് ടൂം. പ്ലസ് അതിൻ്റെ ഭംഗി അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. കാണുമ്പോഴേ നമുക്ക് നേരിട്ട് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ദ ആർക്കിടെക്ചറൽ ബ്യൂട്ടി, ഇറ്റ്സ് സോ നൈസ്. എല്ലാ എന്താ പറയുക, അവിടുത്തെ മറ്റെല്ലാ ടൂമിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റാണിത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നേരെ സരോജിനി മാർക്കറ്റിലാണ് പോയത്. സരോജിനി മാർക്കറ്റ് ഈസ് എ ഫേമസ് മാർക്കറ്റ് ലൈക്ക് യു ഓൾ നോ. സരോജിനി മാർക്കറ്റിൽ കുറച്ച് സേഫ്റ്റി കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. തെഫ്റ്റും റോബറിയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ ഫോട്ടോസ് വീഡിയോസൊന്നും എടുത്തില്ല. ഞങ്ങളവിടെ അന്ന് സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ട്രെയിനിൽ ജയ്പൂരിലോട്ട് പോയി. ഇവിടെയാണ് ഞങ്ങൾ ജയ്പൂരിൽ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ booking.com ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു കുറച്ച് എന്താ പറയുക ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അക്കോമഡേഷൻ നല്ലതായിരിക്കുമോ അങ്ങനെയൊക്കെ. ബട്ട് ഇറ്റ് വാസ് സോ നൈസ്. ഞങ്ങളെ എടുത്ത എല്ലാ സ്ഥലത്തിലെയും അക്കോമഡേഷൻസിലെ ജയ്പൂരിലായിരുന്നു ഏറ്റവും നല്ല ഒരു അക്കോമഡേഷൻ. ഒത്തൻറ്റിക് ജയ്പൂർ വൈബ്സ് ഉണ്ടായിരുന്നു അവിടെ. പ്ലസ്
വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. എന്നാൽ എല്ലാ രീതിയിലും നല്ല അക്കോമഡേഷൻ ആയിരുന്നു. അവിടെ ഫുഡ് ഉണ്ടായിരുന്നു വിത്ത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നല്ലതായിരുന്നു. ജയ്പൂരിൽ ഞങ്ങൾ 2 ദിവസമാണ് സ്പെൻഡ് ചെയ്തത്. ഞങ്ങൾ ഒരു ക്യാബ് ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയാണ് ഞങ്ങളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയത് 2 ദിവസവും. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഫ്രഷായി പുറത്തുനിന്ന് ആ ഫുഡ് കഴിച്ചാൽ എന്നിട്ട് ഞങ്ങൾ ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലോട്ടാണ് പോയത്. ദിസ് ഈസ് ദി ഓൾഡസ്റ്റ് മ്യൂസിയം ഇൻ ജയ്പൂർ. ആൻഡ് ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ അലൗഡാണ്. ഒരുപാട് കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ പാലസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം കണ്ടു തീർക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. നമ്മളില്ലെങ്കിൽ എന്താ പറയുക, ഫുൾ ടൈം അതിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. അത്രമാത്രം കാണാനുണ്ടായിരുന്നു. ആൻഡ് കാണാനുള്ളതൊക്കെ വളരെ എന്താ പറയുക എക്സൈറ്റിംഗ് ആൻഡ് നല്ല കാര്യങ്ങളായിരുന്നു. ഞാൻ വളരെ ഇൻട്രസ്റ്റഡായി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സമയം പോയത് തന്നെ അറിഞ്ഞില്ല. പക്ഷെ വി ഹാഡ് ടു ഗോ ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി സിറ്റി പാലസിലോട്ട് പോയി. സിറ്റി പാലസ് ഒരു ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണ്. അത്രയും നല്ലൊരു എന്താ പറയുക വൈബുണ്ട് അവിടെ ഫോട്ടോഗ്രാഫിക്ക്. അതും ടൂമ്പാണ്, പക്ഷേ ഒരു ഗാർഡൻ പോലത്തെ ഒരു പ്ലേസാണ്. സോ നമുക്ക് കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും അവിടെ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹവാമഹൽ പോയി പിങ്ക് സിറ്റിക്കുള്ളിൽ കുറേ കറങ്ങി. പിങ്ക് സിറ്റീൻ്റെ ഉള്ളിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഏരിയ ഇറ്റ് ഈസ് വെരി ഹ്യൂജ്. നമ്മളെക്കൊണ്ട് 2 ദിവസത്തിൽ പോലും കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സ്പെസിഫിക്കലി ലാക്ക് ബാംഗിൾസ് ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു. അവിടെ മാത്രം പോയി അത് കണ്ടുപിടിക്കാൻ തന്നെ കുറേ ദൂരം നടന്നു. അത് ചെയ്യിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോട്ടലിൽ പോയി. പക്ഷേ എന്ത് മേടിക്കണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. അത്രയും ഹ്യൂജ് ഏരിയ ആണ് ആ ഒരു ഷോപ്പിംഗ് ഏരിയ. ആൻഡ് അത്യാവശ്യം റീസണബിൾ പ്രൈസിനും കിട്ടും. ഞങ്ങൾ അവിടെ നേരെ ഹോട്ടലിൽ വന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ആൻഡ് ഞങ്ങൾ സെക്കൻഡ് ഡേ അമീർ ഫോർട്ടിലാണ് ആദ്യം പോയത്. ഇതേ ഫോർട്ടിനെ ആംബർ ഫോർട്ട് എന്നും പറയാറുണ്ട്. 2 പേരുണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഞാൻ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ അവിടെ പോയിട്ട് ഞങ്ങൾ നേരെ ജൽമഹലിലാണ് പോയത്. എനിക്കെന്തോ എല്ലാ സ്ഥലങ്ങളും ഓൾമോസ്റ്റ് സിമിലർ വൈബാണ് കിട്ടിയത്. കാണാനും ഓൾമോസ്റ്റ് കളറൊക്കെ സെയിം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ജയ്പൂരിൽ പിന്നെ പൊള്ളുന്ന വെയിലായതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങിയില്ല. അവിടെ ഞങ്ങൾ നേരെ പനാമീനൊക്കെ കുണ്ടിലോട്ടാണ് പോയത്. സ്റ്റെപ്പ് വെല്ലാണ്. ഇത് കുറച്ച് മലയാളം മൂവീസിലും ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഒത്തൻറ്റിക് ജയ്പൂർ കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ചെയ്തു അത്. അവർ തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പ്രിൻ്റ് എടുത്ത് തരും നമുക്ക്. ഇവിടെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ചെക്കൗട്ട് ചെയ്തു. ഞങ്ങളുടെ തിങ്സൊക്കെ എടുത്ത് എയർപോർട്ടിൽ പോയി. അങ്ങനെ ഒരു ലോഡ് മെമ്മറീസുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് കയറുമായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ് ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അൺടിൽ ദെൻ സീ യു. ബൈ.